യു പ്രതിഭ MLA-യുടെ മകനെതിരായ കേസിന് പിന്നാലെ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്ന് മന്ത്രി. പ്രതിഭയുടെ മകനെതിരായ കേസിലെ FIR താൻ വായിച്ചതാണ്. അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് പറഞ്ഞത്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും സജി ചെറിയാൻ ചോദിച്ചു. അപരാധമാണ് സാർ. പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് വിളിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. പുക വലിച്ചു, ഞാനും പുക വലിക്കുന്നതാണ്. വല്ലപ്പോഴും റിസൾട്ട് പേടിയുണ്ട്. പുക വലിച്ചു FIR എഴുതി, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പോലെ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്ന വല്ല ഓരോരുത്തർ അവരുടെ കാണിച്ച പണിയൊക്കെ കൂട്ടി വെച്ചാൽ എത്ര പുത്ത് എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പുക വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭാകരുടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടി നിന്നു. അതിന് പ്രതിഭാകരി എന്തുവാ? എത്ര ദിവസമായിട്ട് അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുകയാണ്. ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിന് അമ്മയല്ലേ, പാർട്ടി നേതാവല്ലേ, MLA അല്ലേ, പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ. നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് എന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയല്ല സഖാവേ എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ശരത്ത് SS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് SS, പുകവലിച്ചത് വലിയ അപരാധമാണോ എന്നാണ് ചോദിച്ചത്. MD ഒക്കെ പുകവലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് ശ്രീ സജി ചെറിയാൻ മിനിസ്റ്റർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമം നടത്തുന്നത്. ശരത്ത് SS, എന്താണ് ഈ സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുക വലിക്കുന്നത് കുഴപ്പമില്ലെന്നോ, കഞ്ചാവ് തൊട്ടടുത്ത് നിൽക്കുന്ന സുഹൃത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ച് പുകവലിച്ചു, കൂട്ടം കൂടി പുകവലിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാക്കേണ്ടതില്ലെന്നോ? ചുരുക്കത്തിൽ ഇത് ഈ എക്സൈസിനെതിരെയുള്ള വിമർശനമാണോ ശരത്? അരുൺകുമാർ, അതായത് യു പ്രതിഭ MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ച സംഭവത്തിലാണ് എന്തായാലും MLA ഇപ്പോൾ അത് ന്യായീകരിക്കുന്ന തരത്തിൽ എക്സൈസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി FIR താൻ വായിച്ചതാണ്. അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് പറയുന്നത്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ? ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിച്ചിട്ടുണ്ട്. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MD വാസുദേവൻ നായർ. ആ രീതിയിൽ ഒരു സാധാരണ സിഗരറ്റ് വലിക്കുന്നത് പോലെ എന്ന രീതിയിലാണ് ഈ കേസിനെ മയപ്പെടുത്താൻ എന്തായാലും മന്ത്രി ശ്രമിച്ചത്. നമുക്കറിയാം, ഈ സംഭവം എന്ന് പറയുന്നത് ഈ പ്രതികളിൽ നിന്നുൾപ്പെടെ കഞ്ചാവ് ആ സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട്. 3 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. മാത്രമല്ല, കഞ്ചാവും പുകയില മിശ്രിതവും അതും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയതാണ്. ആ രീതിയിൽ കഞ്ചാവ് കേസാണ് എന്തായാലും ഇത്. ആ കേസിലാണ് ഇപ്പോൾ എന്തായാലും മന്ത്രി ഒരു ന്യായീകരണമായി ഈ രീതിയിലൊരു നടത്തിയിരിക്കുന്നത്. കായംകുളത്ത് നടന്ന പരിപാടിയിലായിരുന്നു, യു പ്രതിഭ MLA ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചാണ് മന്ത്രി ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇത് എക്സൈസിനെ വിമർശിക്കുന്നതാണ്. അതിനൊപ്പം ഇത് ഈ ഒരു കേസിനെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതികളെ ന്യായീകരിക്കുന്നതാണ് ഈ കേസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഷ്ടമാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. അതും മന്ത്രി സജി ചെറിയാൻ ഇതര ഒരു പൊതുവേദിയിലൊക്കെ ഈ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഒരു തരത്തിലുള്ള പുകവലിയും ശരീരത്തിന് ഗുണകരമല്ല. അതിന് ഏത് മന്ത്രി പറഞ്ഞാലും അത് അപ്പാടെ ഈ ചെവിയിലൂടെ എടുത്ത് ആ ചെവിയിലൂടെ തന്നെ തള്ളിക്കളയേണ്ടതാണ് എന്നതേ നമുക്ക് പറയാനുള്ളൂ. മാത്രവുമല്ല, എക്സൈസ് FIR ഇട്ടിരിക്കുന്ന ഒരു കേസിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ അത് കുറ്റമല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ മറ്റേതെങ്കിലും സാധാരണക്കാരൻ്റെ പേരിൽ ഒരു FIR ഇട്ടാൽ മന്ത്രി ഇതേപോലെ നിലപാടെടുക്കും? സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളതുമായിട്ടുള്ള ജനസമൂഹത്തെ സൃഷ്ടിക്കേണ്ട വകുപ്പ് മന്ത്രിയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കഞ്ചാവ് കേസിൽ ഒരു പ്രതിയുടെ പേര് FIR-ൽ പരാമർശിക്കപ്പെട്ടാൽ പിന്നെ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുക അത് കോടതി വിധിക്കുന്നതുവരെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു മുൻവിധി അങ്ങെടുത്തത് ഒട്ടും ശരിയായില്ല എന്നൊരു നിലപാട് നമുക്കുണ്ട്. തീർച്ചയായിട്ടും കൂട്ടം കൂടിയിരുന്ന് പുക വലിച്ചത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അപ്പോൾ കൂട്ടം കൂടിയിരുന്ന ചങ്ങാതിയുടെ പോക്കറ്റിൽ നിന്ന് 3 ഗ്രാം കണ്ടെത്തി. അതുമാത്രമല്ല, പുകയില മിശ്രിതം കണ്ടെത്തി. ആ സ്ഥലത്ത് കപ്പത്തണ്ട് പോലത്തെ സാധനങ്ങളോ എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് FIR-ൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വെറുതെ കൂട്ടം കൂടിയിരുന്ന് നർമ്മസാഹിത്യ സല്ലാപം നടത്തുകയായിരുന്നു. അതിന് പറഞ്ഞതെന്താ, MD തന്നെ എത്ര ബീഡി വലിക്കുമായിരുന്നു എന്നാണ്. MD എവിടെ കിടക്കുന്നു? കലങ്ങിനിടെ പോയിരുന്ന് കഞ്ചാവുമായിട്ട് കൂട്ടുകാർക്കൊപ്പം വലിച്ച ഈ ചങ്ങാതി എവിടെ കിടക്കുന്നു? ഒന്ന് ആലോചിക്കുക. കുഞ്ഞെന്നാ പറയുന്നത്, 21 വയസ്സായി കനുവിന്. കൊച്ചു കുഞ്ഞുങ്ങൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് പ്രായം കഴിഞ്ഞു മിനിസ്റ്റർ എന്നേ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കഷ്ടമാണ് മിനിസ്റ്റർ. അപ്പോൾ പ്രിയപ്പെട്ട